Hello, my dear friends. Welcome to my YouTube channel, PV's Pavilion. How are you? Hope everyone is doing well. അപ്പോൾ ഇന്നലെ നല്ല സൂപ്പർ മാച്ചുകളുടെ ഒരു ദിവസമായിരുന്നു. ഫസ്റ്റ് T20 മാച്ച് അഗൻസ്റ്റ് ഓസ്ട്രേലിയ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മഴ സ്പോട്ടായി കളി നടന്നില്ല. കളി നോ റിസൾട്ടായിട്ട് പരിണമിച്ചു. ഓക്കെ, ആസ് യൂഷ്വൽ ഓസ്ട്രേലിയ ടോസ് ജയിച്ചു. എന്നിട്ട് അവർ ബോൾ ചെയ്യാനുള്ള തീരുമാനമായിരുന്നു എടുത്തത്. അപ്പോൾ നമ്മുടെ ബാറ്റേഴ്സ്, നമ്മുടെ ക്യാപ്റ്റൻ മിസ്റ്റർ സൂര്യ പറഞ്ഞത് നമ്മളും ബാറ്റ് ചെയ്യാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നതെന്നാണ്. അതുവരെ പ്രേക്ഷകരായ നമ്മളെല്ലാം കൂടെ അഭിഷേക് ശർമ്മയുടെ വെടിക്കെട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നല്ലോ. അപ്പോൾ അഭിഷേക് ശർമ്മ നല്ലൊരു തുടക്കം കുറിച്ചെങ്കിലും ഒരു 19 റൺസ് എടുത്ത് ഔട്ടായി. ഒരു സില്ലി ബോളിലാണ് ഔട്ടായത്. അതൊരു സങ്കടമായിപ്പോയി. പക്ഷേ മഴ തടസ്സപ്പെടുത്തി 2 പ്രാവശ്യം. അങ്ങനെ ഗില്ല് നന്നായിട്ട് കളിച്ചു വരികയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സൂര്യ സ്കൈ ദി ക്യാപ്റ്റൻ നല്ല ഫോമിൽ വരികയായിരുന്നു. അപ്പോഴത്തേക്കും മഴ വീണ്ടും വന്ന് 10ാം ഓവറിൽ വീണ്ടും മഴ വന്നപ്പോഴത്തേക്കും കളി നിർത്തേണ്ടി വന്നു. അപ്പോൾ ഒരു 96 റൺസിന് 1 വിക്കറ്റ് എന്നുള്ള രീതിയിലായിരുന്നു ആ സമയത്ത്. ഒരു 10ൻ്റെ ആവറേജിൽ കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിവേ, കളി നഷ്ടപ്പെട്ടതിലൊരു സങ്കടം ഉണ്ടെങ്കിലും അടുത്ത കളിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതുപോലെ തന്നെ ഇന്നലെ ഒരു മാരക സെമിഫൈനൽ മാച്ച് നടന്നു. എവിടെ? ODI വേൾഡ് കപ്പ് വിമൻസ് ലേഡീസിൻ്റെ വേൾഡ് കപ്പ് സെമിഫൈനൽ, ഫസ്റ്റ് സെമിഫൈനൽ ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് സൗത്ത് ആഫ്രിക്ക. ഞാൻ പ്രിഡിക്റ്റ് ചെയ്തിരുന്നത് ഇംഗ്ലണ്ട് ജയിക്കുമെന്നായിരുന്നു. എൻ്റെ പ്രഡിക്ഷൻ അമ്പാടെ തെറ്റിപ്പോയി. വെരി സോറി ഫോർ ദാറ്റ്. നമ്മൾ പ്ലെയേഴ്സ് ഓൺ കാർഡിൽ നോക്കിയിട്ടല്ലേ പറയുന്നത്. പിന്നെ പാസ്റ്റ് പെർഫോമൻസ്, സൗത്ത് ആഫ്രിക്കൻസ് ആർ നോൺ ചോക്കേഴ്സ്. നല്ല നല്ല എന്താ പറയുന്നത്, നോക്കൗട്ട് സ്റ്റേജിൽ വന്നിട്ട് അവർ ചോക്ക് ചെയ്യുന്നൊരു സ്വഭാവം അവർക്കുണ്ട്. അതെല്ലാം കൂടെ കണക്കിലെടുത്താണ് പറഞ്ഞത്. എന്നാൽ എൻ്റെ പ്രഡിക്ഷന് വിപരീതമായി 1-2 വിക്കറ്റ് പോയെങ്കിലും ക്യാപ്റ്റൻ ലോറ വോൾവററ്റ് അവരുടെ ഒരു മികവുറ്റ പ്രകടനം കൊണ്ട് 169 റൺസ് ഇൻ എ വൺ ഡേ ഗെയിം. ഇറ്റ്സ് എ ഗ്രേറ്റ് എഫേർട്ട് ഫ്രം എ വുമൺ ക്രിക്കറ്റർ. സൂപ്പർ ഒരു എന്താ പറയുന്നത്, ഒരു എൻവിയബിൾ ഇന്നിങ്സ് തന്നെ പറയാം. സൂപ്പർ ഇന്നിങ്സ്. അതായത് അവിടെയും ഇംഗ്ലണ്ടാണ് ടോസ് ജയിച്ചത്. ഇംഗ്ലണ്ട് ടോസ് ജയിച്ചിട്ട് സൗത്ത് ആഫ്രിക്കയെ ബാറ്റിങ്ങിനായിട്ട് പറഞ്ഞു വിടുകയായിരുന്നു. അതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ലോറ വോൾവററ്റ് 169 റൺസ്. തജ്മീൻ ബ്രിഡ്സ് 45 റൺസ്. നല്ലൊരു പ്ലെയറാണ് ബ്രിഡ്സ്. നേരത്തെ ഇന്ത്യക്ക് അഗൻസ്റ്റ് നന്നായിട്ട് കളിച്ച ആളാണ്. പിന്നെ അവരുടെ ഓൾറൗണ്ടർ മെരിജാൻ ക്യാപ്പ് 42 റൺസ്. ട്രയൻ ക്ലോബ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ബൗളറുമാണ്. പക്ഷേ ഓൾറൗണ്ടർ പ്ലെയറാണ്. ഒരു 33 എടുത്തു. അങ്ങനെ ടോട്ടൽ ഒരു 319 റൺസ്, 9 വിക്കറ്റ് നഷ്ടത്തിൽ സൗത്ത് ആഫ്രിക്ക പടുത്തുയർത്തി. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഇംഗ്ലണ്ട് ബൗളിംഗ് നിരയിൽ ലോറൻ ബെൽ 2 വിക്കറ്റ് എടുത്ത്. പിന്നെ സോഫി എക്ലസ്റ്റൺ ആസ് യൂഷ്വൽ ഇസ് എ ഗ്രേറ്റ് ബൗളർ, 4 വിക്കറ്റ് എടുത്ത് മികവാർന്ന പ്രകടനം കാഴ്ചവെച്ചെങ്കിലും റണ്ണ് ഒത്തിരിയായി. എല്ലാ ബൗളേഴ്സിനും നന്നായിട്ട് അടി വീണിട്ടുണ്ട്. ഒരു സമയത്ത് ഒരു 4ൻ്റെ ആവറേജിൽ പോയിക്കൊണ്ടിരുന്ന സൗത്ത് ആഫ്രിക്ക പെട്ടെന്നാണ് 6ൻ്റെ മുകളിലേക്ക് 7ലേക്കൊക്കെ പോയി മാറിയത്. ഓക്കെ, ആൻഡ് 319 അഗൻസ്റ്റ് സൗത്ത് ആഫ്രിക്കൻ അറ്റാക്ക് ഈസ് എ ഹെർക്കുലിൻ ടാസ്ക്. ഓക്കെ, അപ്പോൾ ഇംഗ്ലണ്ട് തിരിച്ച് ബാറ്റ് ചെയ്തപ്പോൾ ഒരു എന്താ പറയുന്നത് 194 റണ്ണിൽ ഓൾ ഔട്ടായി. ഇംഗ്ലണ്ടിന് വേണ്ടി കളിച്ചെന്ന് പറഞ്ഞാൽ പൊരുതി കളിച്ചത് ക്യാപ്റ്റൻ നാറ്റ് ഷിവർബ്രണ്ട്. ഒരു 64 റൺസിൻ്റെ ഒരു ഇന്നിംഗ് കളിച്ചു. ആലിസ് ക്യാപ്സി ഓൾ ഔട്ടറാണ്, പ്യുവർ ബൗളറാണ് ആക്ച്വലി. 50 റൺസ് അടിച്ചു. ഡാനി വേറ്റ് ഹോഡ്ജ് നല്ലൊരു ബാറ്ററാണ്, 34 റൺസ് എടുത്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുന്നത് 125 റൺസിനാണ്
സൗത്ത് ആഫ്രിക്ക ഈ മാച്ച് ജയിച്ചത്. അപ്പോൾ അങ്ങനെ സൗത്ത് ആഫ്രിക്ക സെമിഫൈനലിൽ ജയിച്ച് ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. ആരായിരിക്കും സെമിഫൈനൽ സൗത്ത് ആഫ്രിക്കയുടെ എതിരാളി എന്ന് നമുക്ക് ഇന്ന് കാണാം. അതായത് ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ സെക്കൻഡ് സെമിഫൈനൽസ് കളിക്കുകയാണ്. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി നല്ല ഒരു കളി പ്രതീക്ഷിക്കാം. ഇന്ത്യ നന്നായിട്ട് കളിച്ചിരുന്ന ഓസ്ട്രേലിയനൊക്കെ നമുക്ക് തോൽപ്പിക്കാവുന്നേ ഉള്ളൂ. തോൽപ്പിച്ച ചരിത്രമുണ്ട്. നമ്മുടെ ക്യാപ്റ്റൻ പണ്ടൊരു വേൾഡ് കപ്പിൽ ഒരു സെഞ്ചുറി അടിച്ചിട്ട് ഓസ്ട്രേലിയ തോൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലൊരു ഇന്നിങ് ക്യാപ്റ്റൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, പിന്നെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ കളി കഴിഞ്ഞതിന് ശേഷം ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് വിശകലനം ചെയ്യാം. ഓക്കെ, അപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ രോഹിത് ശർമ്മയുടെ പ്രകടനം ODIയിൽ നമ്മൾ നേരത്തെ പരാമർശിച്ചതാണ്. എഗൻസ്റ്റ് ഓസ്ട്രേലിയ 2 ഇന്നിങ്, ഒരു സെഞ്ചുറി അടക്കം 2 ഇന്നിങ് നന്നായിട്ട് കളിച്ചു. അപ്പോൾ ഈ 38ാമത്തെ വയസ്സിൽ രോഹിത് ശർമ്മ ODI ക്രിക്കറ്റർ നമ്പർ 1 എത്തിയിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് അദ്ദേഹം നമ്പർ 1 വരുന്നത്. കോഹ്ലി, ശുഭം ഗില്ലായിരുന്നു ഇൻഫാക്റ്റ് 1. ശുഭം ഗില്ലിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് രോഹിത് ശർമ്മ 38ാമത്തെ വയസ്സിൽ റെക്കോർഡോടുകൂടി നമ്പർ 1 ODI പ്ലെയർ ആയിരിക്കുകയാണ് ICC റാങ്കിങ്ങിൽ. ഓക്കെ, മറ്റൊരു ശർമ്മ, മിസ്റ്റർ അഭിഷേക് ശർമ്മ, ഇന്ത്യയുടെ ഓപ്പണർ, അദ്ദേഹമാണ് നമ്പർ 1 പ്ലെയർ ഇൻ ദി T20s. അപ്പോൾ T20യിലും ODIയിലും 2 ശർമ്മമാരാണ് 1ാം നമ്പറിൽ എന്ന് നമുക്ക് സന്തോഷിക്കാം. നമ്മുടെ ഇന്ത്യയുടെ തന്നെ 2 മികച്ച പ്ലെയേഴ്സാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ വീണ്ടും അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഓക്കെ, ബൈ, താങ്ക് യു. എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.